എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫ്രൈഡ് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോർമലി വഴുതനങ്ങ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് അങ്ങനെ പൊരിച്ച് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് ക്രം ഫ്രൈഡ് വേർഷൻ ആക്കിയിട്ടാണ് ഞാനത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ വീഡിയോ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ 3 വഴുതനങ്ങ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലോണം കട്ടി കുറച്ചിട്ട് തിന്നായിട്ടല്ല, എന്നാൽ വെച്ചാൽ നല്ല കട്ടിക്കുമല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ദെൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ബ്രിഞ്ചാളിൽ ഇത് ഫുള്ള് കംപ്ലീറ്റ് ഒന്ന് പറ്റി പിടിക്കുന്നത് വരെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനെയുള്ള ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു ബൗളിൽ 2 കോഴിമുട്ടയും അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ആദ്യം നമ്മൾ ഈ എഗ്ഗിൻ്റെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഇത് നമ്മളുടെ ബ്രെഡ് ക്രംസ് അതിന് മുകളിൽ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ ബ്രെഡ് ക്രംസ് കംപ്ലീറ്റ് അതിൽ പറ്റി പിടിക്കുന്നത് വരെ നമ്മൾ അത് തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് എഗ്ഗ് ബാറ്ററിൽ മുക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് തിരിച്ച് ഇട്ട് കൊടുക്കുകയും ബെറ്റർ, അല്ലെങ്കിൽ ആ എഗ്ഗ് നമ്മളുടെ ബ്രെഡ് ക്രംസിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ നമ്മൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം എണ്ണയിൽ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിവിടെ വളരെ അധികം എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ദെൻ അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ സെറ്റ് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 1 സൈഡ് ഒന്ന് ഇതാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ വഴുതനങ്ങ 1 സൈഡ് തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഭാഗം ഇതേപോലെ തന്നെ ഒരു കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ഫ്രൈസ് ക്രം ഫ്രൈഡ് ബ്രിഞ്ചാൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മളുടെ ലഞ്ചിനൊക്കെ ഒരു ഫ്രൈ പോലെ കഴിക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഈ റെസിപ്പി വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ദെൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു.